എല്ലാവർക്കും CG ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, അങ്ങനെ 3 സമതലത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത് ബ്രഹ്മപുത്ര സമതലമാണ്. അതിൽ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം. ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് 720 കിലോമീറ്റർ നീളവും 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ്, അത് തുടർന്നു വരുന്ന ഭാഗമായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര സമതലത്തെ വേറിട്ട് നിൽക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പദ്കായ് നാദക കുന്നുകളും തെക്ക് ഗാരോഗാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതലത്തെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ഭാഗം തന്നെ നമ്മൾ പറഞ്ഞതാണ്. ബ്രഹ്മപുത്ര സമതലം വേറിട്ട് വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പദ്കായി നാഗ കുന്നുകളും തെക്ക് ഗാസിഗാരോ ജയന്തിയ കുന്നുകളും ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ആ ഭൂപടത്തിൽ നോക്കിയതാണ്. മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതലത്തെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ടാണ് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തിൽ ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. നിക്ഷേപണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞില്ലേ, നിക്ഷേപണം നദികളിലുള്ള അവസാദങ്ങളും ചെളികളും ഒക്കെ നിക്ഷേപിക്കപ്പെടുന്നു, നിക്ഷേപണത്തിലൂടെ ഉണ്ടാകുന്നതാണ് ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ് എന്നിവ. അതാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഏതൊക്കെയാണ്? ടീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ചിത്രം 2-4 നിങ്ങൾ ബാക്കിലേക്ക് മറിച്ച് നോക്കിയാൽ അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം 2-4 നിരീക്ഷിച്ച് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളുടെ സ്ഥാനം കണ്ടെത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നീട് ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് എക്കൽ വിഷറികളാൽ സമ്പന്നമാണ്. ഒരുപാട് എക്കൽ വിഷറികളുണ്ട്. അപ്പോൾ എന്താണ് എക്കൽ വിഷറികൾ എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാകും, നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ, അതായത് സമതലമായിട്ടുള്ള നിരപ്പായുള്ള പ്രദേശത്ത് എത്തുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുന്നുണ്ട്. നമ്മൾ കുത്തനെയുള്ള ഭാഗത്തു നിന്നും പരന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയും ഒഴുക്ക് പെട്ടെന്ന് കുറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ
എന്ത് ചെയ്യും, എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുന്ന രൂപങ്ങളാണ് നമ്മൾ എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്കൽ വിശറി പോലെയുള്ള ഭാഗം എങ്ങനെയാണ്. നദി സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് സാവധാനം കുറയുന്നുണ്ട്. അപ്പോൾ നദി വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ഒരു എക്കൽ വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതിനാണ് നമ്മൾ എക്കൽ വിശറികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ, അപ്പോൾ സമതലത്തിലേക്ക് എത്തുന്ന നദികൾ പല ചാലുകളായിട്ടാണ് പിരിയുന്നത്. സമതലത്തിലേക്ക് വരുമ്പോൾ അത് പരന്നങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ പല ചാലുകളായിട്ട് മാറുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിശ മാറി ഒഴുകാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ടിട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. അതായത് നദി സാവധാനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പല പല ചാലുകളാകുന്നു. അപ്പോൾ ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന തടാകങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ആ ചിത്രം 2.8 അടുത്ത ചിത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നൽകിയിരിക്കുന്ന 2.8 എന്ന ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെ നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പല ചാലുകളായിട്ട് പിരിഞ്ഞ് നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായിട്ട് രൂപപ്പെടുന്നു. നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന തടാകങ്ങളെ നമുക്ക് ഓക്സ്ബോ തടാകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അവിടെ തൊട്ടടുത്ത ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും. മിയാണ്ടർ, അപ്പോൾ എന്താണ് മിയാണ്ടർ എന്ന് പറഞ്ഞാൽ നോക്കാം. ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ, ചരിവ് കുറഞ്ഞിട്ടുള്ള പ്രദേശത്ത് പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ എന്ത് ചെയ്യും, അവസാദങ്ങൾ, നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങൾ, ചളി, മണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ശിലാരൂപങ്ങൾ, വലിയ വലിയ പാറ കഷ്ണങ്ങൾ, അവയൊക്കെ ഈ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പം തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു, വളഞ്ഞ് ഒഴുകുന്നു. ഇങ്ങനെയുള്ള വളവുകളെയാണ് നമ്മൾ വലയങ്ങൾ അഥവാ മിയാണ്ടർ പറയുന്നത്. അപ്പോൾ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് നദിയുടെ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് വേർപെട്ട് വരുമ്പോൾ അത് ഒറ്റപ്പെട്ട തടാകങ്ങളാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന തടാകങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മിയാണ്ടറുകൾ എന്ന് പറയുന്നത് ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ ഒക്കെ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളവുകളെ, അത് വളഞ്ഞൊഴുകുന്ന വളവിനെയാണ് നമ്മൾ വലയങ്ങൾ അഥവാ മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് വരുന്ന ഒറ്റപ്പെട്ട തടാകം പോലെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇവിടെ ചിത്രം 2.9, 2.10 ആ ചിത്രം കൊടുത്തേക്ക് കാണാം. അപ്പോൾ ഓക്സ്ബോ തടാകങ്ങളും നദി മിയാണ്ടറിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നദികൾ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നതിനെ നദി മിയാണ്ടറിങ് അഥവാ നദീ വലയങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രളയ സമതലങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രളയം ഉണ്ടാവും നമുക്കറിയാം അല്ലേ. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപക്കൊള്ളുന്നു. ഇങ്ങനെയാണ് പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയാണ് നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രളയ സമതലം എന്ന് പറഞ്ഞാൽ പ്രളയം ഉണ്ടാകുന്ന നമുക്കറിയാം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം പ്രളയ സമയത്ത് നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങളും എക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സമതല ഭാഗങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. കരയിലേക്കാണ് വെള്ളം പോകുന്നത്, അപ്പോൾ ആ ഭാഗത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളെയാണ് നമ്മൾ എക്കൽ സമതലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നതിന് ശേഷം കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള ഈ പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായിട്ടുള്ള
പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. നദീതട സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത്. കാരണം എന്താ, നദി വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങളും എക്കലുമൊക്കെ ഈ കരഭാഗങ്ങളിലാണ് നിക്ഷേപിക്കുന്നത് പ്രളയ സമയത്ത്. അപ്പോൾ അതാണ് ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് അവിടെ ഒരു 3 വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട്. വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ബാർബർ അല്ല, ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. അതാണ് 3 ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. അപ്പോൾ ആ 3 എന്താണെന്നുള്ളതാണ് ഇനി വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കുന്നത് ഭാബറാണ്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായിട്ട് ചരിവ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടിവാരത്തിൻ്റെ സമാന്തരമായിട്ട് ചരിവ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് വിസ്തൃതി, ബാബറിൻ്റെ വിസ്തൃതി. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ അവ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെടുന്നത് ഈ ബാബർ എന്ന ഭാഗത്താണ്. അപ്പോൾ ഈ ഉരുളൻ കല്ലുകളും പാറകളും അടിയിലൂടെ അതായത് ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നമുക്ക് നദികൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് ആ ചിത്രത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അടുത്ത ചിത്രം നമുക്ക് നോക്കി നോക്കാം. ചിത്രം 2.12. ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബാബർ മേഖല, ചിത്രം 2.12 എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തത് പറയുന്നത് ടെറായ് മേഖലയാണ്. ഡാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങളാണ് ടെറായ് മേഖല എന്ന് പറയുന്നത്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ എവിടെയാണ്? ടെറായ് മേഖലകളിലാണ് പുനർജനിക്കുന്നത്. നമുക്ക് ആ ചിത്രം 2.13 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നമുക്കതിനെ ചിത്രീകരിക്കാൻ സാധിക്കില്ല, നമുക്കത് മനസ്സിലാവുമല്ലോ. അതിനാണ് നമ്മൾ ബാബർ മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഈ ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ എവിടെയാണ്? ടെറായ് മേഖലകളിലാണ് അത് പുനർജനിക്കുന്നത്. ടെറായ് മേഖലകളിൽ സമ്പുഷ്ടമായിട്ടുള്ള സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുണ്ട്. ഒരുപാട് സസ്യജാലങ്ങളും ജീവിവർഗങ്ങളൊക്കെ ഈ ടെറായ് മേഖലയിലുണ്ട്. കാരണം അവിടെ അധികം വെള്ളം ഉള്ളതുകൊണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗങ്ങളാണ് എക്കൽ സമതലങ്ങൾ. ടെറായ് മേഖലയ്ക്ക് തെക്ക് ഭാഗത്തായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. എക്കൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, നദിയിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന ഭാഗങ്ങൾ, അവസാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ബങ്കർ എന്ന പേരിലും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലകളുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. അപ്പോൾ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ, തിട്ടകൾ, മണൽ വരമ്പുകൾ. അതെന്താണെന്ന് കൊടുത്തിട്ടുണ്ട് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറയുന്നു, സമതല ഭാഗത്തെത്തുമ്പോൾ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന കുറഞ്ഞു വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ
ദ്വീപുകളായും, അതാണ് നദീജന്യ ദ്വീപുകൾ. വശങ്ങളിൽ തിട്ടകളായും, അതാണ് നീർച്ചാൽ തിട്ടകൾ, ആ ഭാഗത്തൊക്കെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. പൊടിമണൽ, മണൽ, ചരൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. അതൊന്ന് ജസ്റ്റ് വായിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തട. ഡെൽറ്റ എന്താണെന്നുള്ളത് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നമുക്കറിയാം ഹിമാലയത്തിൽ കഴിഞ്ഞ് നമ്മൾ ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്ന 3 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ബാബർ എന്ന് പറയുന്നത് എന്താണ്? ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നുണ്ട് ബാബറിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ നദികൾ കാണാൻ സാധിക്കില്ല. ടെറായി മേഖലയിലേക്ക് വരുമ്പോൾ എന്താവുന്നു? ബാബർ മേഖലയിലുള്ള അപ്രത്യക്ഷമായ നദി നമുക്ക് ടെറായി മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എക്കൽ സമതലം, മൂന്നാമത് നമ്മൾ പറഞ്ഞ എക്കൽ സമതലം എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ചിത്ര രൂപത്തിൽ അവിടെ തന്നിരിക്കുന്നത്. അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ കൃഷിക്കേറെ അനുയോജ്യമായിട്ടുള്ള വിഭാഗം ഏതായിരിക്കും? നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ഇതാണ്, പ്രളയ സമതലങ്ങളാണ് ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിഭാഗം. കാരണം എന്താണ്? പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അപ്പോൾ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കല് ഇരുവശങ്ങളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങളൊക്കെ രൂപം കൊള്ളുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രളയ സമതലങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഇനി അവിടെയുള്ള ഡെൽറ്റ എന്താണെന്ന് നോക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നുണ്ട്. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നുണ്ട്. കൈവഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ പല വഴിക്ക് പിരിഞ്ഞ് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. പല കൈവഴികളിലേക്കൊക്കെ നിക്ഷേപിക്കുന്നുണ്ട്. ഏകദേശം ഒരു ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ത്രികോണത്തിൻ്റെ ആകൃതിയിൽ. ഇവയാണ് നമ്മൾ ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ ഒരു ത്രികോണത്തിൻ്റെ രൂപത്തിൽ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് ഏകദേശം സാമ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വിഭാഗത്തെ നമ്മൾ ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ആ ചിത്രം 2:15 നോക്കുക. ഒരു ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. അപ്പം നദികളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ, പിന്നെ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കൈവഴികളിലായിട്ട് തിരിഞ്ഞ് അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഏകദേശം ത്രികോണ ആകൃതിയിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എന്ന പേരിൽ പറയുന്നത്. ഡെൽറ്റ പ്രദേശം. അവിടെയുള്ള ചോദ്യം ശ്രദ്ധിക്കുക. നദിയുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ പട്ടികപ്പെടുത്താൻ. അപ്പോൾ നദിയുടെ നിക്ഷേപണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. നമ്മൾ മിയാണ്ടറുകളെ കുറിച്ച് പറഞ്ഞു, ഓക്സ്ബോ തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രളയ സമതലങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഡെൽറ്റ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നദിയുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മപുത്ര സമതലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം മിയാണ്ടറുകളെക്കുറിച്ച് പറഞ്ഞു, ഓക്സ്ബോ തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് ചർച്ച ചെയ്തത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.